നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെല്ലാവരും പഴയ ചെറുപ്പക്കാരുടെ കൂട്ടല്ല. അവരൊക്കെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എങ്ങനെ വിദേശത്തേക്ക് പോകാം, അതിനുവേണ്ടി ഏത് ജോലി, ഏത് കോഴ്സ് എടുക്കണം, ഇത്തരം കാര്യങ്ങളിൽ ഇവരെല്ലാവരും വളരെ അഗ്രഗണ്യരാണ്. വളരെ നല്ല അഭിനന്ദനാർഹമായ കാര്യങ്ങളാണ് തന്നെയാണത്. ഒരു കാലഘട്ടങ്ങളിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പിള്ളേർക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞാൽ തന്നെ അവരെ കൊണ്ടത് സാധിപ്പിക്കാൻ അന്ത കാലഘട്ടം സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, ഒരു 100 പേര് ഇന്ന് 10ാം ക്ലാസ് പാസ്സായാൽ അതിൽ 80 പേരും വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നത്തെ ഒരു കാലഘട്ടം നിൽക്കുന്നത്. അതിനകത്ത് ഒരു തടസ്സം മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. സ്വദേശത്ത് എങ്ങനെ ഒരു സംരംഭം ചെയ്ത് ജീവിക്കാം എന്നുള്ളതിനെപ്പറ്റി അവർ ഇതാക്കുന്നില്ല. ഒരുപക്ഷെ കഴിഞ്ഞ് പോയ കാലഘട്ടങ്ങളിൽ ഒരുപാട് കമ്പനികളിവിടെ പൂട്ടിപ്പോയിട്ടുണ്ട്, തൊഴിൽ സമരങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാവാം എനിക്ക് എൻ്റെ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു 3 വർഷമായിട്ട് GST രജിസ്ട്രേഷനുള്ള ഒരാളാണ്. അതിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ റിട്ടേൺ കൊടുക്കാണ്ട് അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഫൈനൊക്കെ ആയി എന്ന് പറഞ്ഞ് GST ഓഫീസിൽ നിന്ന് വിളി വന്നു. ഞാനപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ, സുഹൃത്ത്, നീ അവിടെ നിനക്ക് ഇന്നിൻ്റെ കാര്യങ്ങളാണ് അവിടെ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത്. ഇതിനകത്ത് നിനക്ക് അവർക്ക് 5 പൈസ ഇല്ലീഗലായിട്ട് കൊടുക്കേണ്ടി വരാൻ സാധ്യതയില്ല. നിനക്കിത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ വിഡ്രോ ചെയ്യണമെങ്കിൽ വിഡ്രോ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവരെന്തെങ്കിലും നെഗറ്റീവ് അടിച്ചാൽ ഞാൻ ഇന്ന പോലെയല്ലേ എന്ന് ചോദിക്കാൻ പ്രിപ്പയറായിട്ട് ചെന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വശത്തു നിന്ന് ഈ പയ്യൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട, എന്താണ് ചെയ്തു തരേണ്ടതെന്ന് ഇങ്ങോട്ടാണ് അവർ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വാശിപ്പുറത്താണ് അവിടെ ചെന്നതെങ്കിലും, ഈ പറയുന്ന രീതിയിലുള്ള ഒരു ചിന്താഗതിയോടെയൊക്കെയാണ് ഞാൻ അവിടെ ചെന്നതെങ്കിലും, എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്ലൈ വളരെ വ്യത്യസ്തമായിരുന്നു. കാലഘട്ടം വളരെ മാറിയിട്ടുണ്ട്. കാലഘട്ടത്തോടൊപ്പം നമുക്ക് നീങ്ങാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംരംഭമൊക്കെ ചെയ്ത് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അന്യ സംസ്ഥാനങ്ങളിലെല്ലാം ഒരുപാട് കമ്പനികളുണ്ടെന്നേ. കമോൺ.